ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമലൈസേഷൻ എന്ന ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റാബേസ് ഫേസ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഈ ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. എന്താണ് ഈ ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്? അതായത് ഒരു ഡേറ്റാബേസിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലായിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റാസ്, ഒരു പീസ് ഓഫ് ഡേറ്റാസ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പീസ് ഓഫ് ഡേറ്റയുടെ കണ്ടന്റ് അതൊരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിയുമ്പം അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന, അതിൻ്റെ കോപ്പി സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലായിടത്തും ആ പർട്ടിക്കുലർ ഡേറ്റയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് പറയാം അത് കൺസിസ്റ്റൻ്റ് ആണെന്ന്. പല സ്ഥലങ്ങളിലും പല വാല്യൂസ് ആണെങ്കിലോ നമുക്കതിനെ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം, അല്ലേ? അപ്പോൾ ആ ഡേറ്റാസ് ആ പർട്ടിക്കുലർ ഡേറ്റയുടെ വാല്യൂ അത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ആ ഡേറ്റാബേസ് കൺസിസ്റ്റൻ്റ് സ്റ്റേറ്റിലാണെന്ന്. ഇനിയിപ്പം ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതായത് പല സ്ഥലങ്ങളിലും ആ ഡേറ്റയുടെ വാല്യൂ പലതാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ നമ്മുടെ ഡേറ്റാബേസിൽ നമുക്ക് ഇൻകൺസിസ്റ്റൻ്റ് സ്റ്റേറ്റിലാണെന്ന് നിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഡേറ്റ റിഡൻഡൻസി ഉണ്ടാകുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഇതുപോലത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഇഷ്യൂസ്, ആ അനോമലീസ് അതിനെ നമുക്ക് 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 3 എണ്ണം ഉണ്ട്: ഇൻസെർട്ട് അനോമലി, അപ്ഡേറ്റ് അനോമലി, ഡിലീറ്റ് അനോമലി. നമുക്ക് അതിനൊരു സിമ്പിളായിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഈ റിലേഷൻ കണ്ടില്ലേ, ഇവിടെ SID, SNAME, SADDRESS, സബ്ജക്റ്റ് ഓപ്റ്റഡ് എന്നിങ്ങനെ 3 ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു റിലേഷനാണിത്. ഈ റിലേഷനിൽ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഈ വാല്യൂസ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ, നെയിം, അഡ്രസ്സ്, ID, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഓരോ സ്റ്റുഡൻറ്റും ഏത് സബ്ജക്റ്റാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ ആദം എന്ന് പറയുന്ന കുട്ടി ബയോളജി സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തതുകൊണ്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ടുപ്പിളിൽ ആഡ് ചെയ്തു. ആ കുട്ടിയുടെ നോയിഡ എന്ന് പറയുന്ന അഡ്രസ്സും സബ്ജക്റ്റും ഒക്കെ നമ്മളിവിടെ ആഡ് ചെയ്തു. ഒരു പർട്ടിക്കുലർ ID നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇനി അലക്സ് മാത്സ് ഓപ്റ്റ് ചെയ്തതുകൊണ്ട് അലക്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. സ്റ്റോർട്ട് മാത്സ് ഓപ്റ്റ് ചെയ്ത് ഈ സെയിം ആദം തന്നെ ഇവിടെ ഫിസിക്സും ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ഡേറ്റ് അനോമലി അല്ലെങ്കിൽ അപ്ഡേഷൻ അനോമലി, ഇത് ഏത് കേസിലാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ആദം എന്ന് പറയുന്ന കുട്ടിയുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ആദം ഇപ്പോൾ നോയിഡയ്ക്ക് പോയാൽ ന്യൂഡൽഹിയിലാണ് താമസിക്കുന്നതെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ആദമിൻ്റെ അഡ്രസ്സ് ന്യൂഡൽഹി ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിപ്പം ഈ ഫസ്റ്റ് റോയിൽ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ലാസ്റ്റ് വന്ന ഈ റോയിൽ അത് നോയിഡ ആയിട്ട് നിൽക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ സെയിം ആദം എന്ന് പറയുന്ന ഈ സ്റ്റുഡൻറ്റിന് 2 അഡ്രസ്സ് വരും, അല്ലേ? അപ്പം അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ആദമിൻ്റെ റെക്കോർഡ് ഇവിടെ റിഡൻഡൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാൻ നേരത്ത് അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇതിൻ്റെ അഡ്രസ്സ്, ഈ ആദം എന്ന് പറഞ്ഞ കുട്ടിയുടെ അഡ്രസ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളെങ്കിൽ, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇവിടുത്തെ ആദമിൽ അഡ്രസ്സ് ന്യൂഡൽഹി എന്നും ഇവിടുത്തെ ആദമിന് നോയിഡ എന്നും അഡ്രസ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ അപ്ഡേറ്റ് അനോമലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇൻസെർട്ട് അനോമലിയെ പറ്റി നോക്കാം. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ റിലേഷനിൽ നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഏത് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വേറൊരു സ്റ്റുഡൻറ്റ് വന്നു. ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് കോളേജിൽ ചേർന്നപ്പോൾ ഒരു സബ്ജക്റ്റും ഫസ്റ്റ് ഓപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് പറ്റും, ആ കുട്ടിയുടെ സബ്ജക്റ്റ് നള്ളാണ്. അപ്പോൾ ആ കേസിൽ എന്താണ്, ഇവിടെ ഈ റിലേഷൻ്റെ അകത്ത് ആ കുട്ടി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. പക്ഷെ ഒരു സബ്ജക്റ്റും ആഡ് ചെയ്തില്ല. അപ്പോൾ എന്ത് പറ്റും, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഈ റിലേഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഇങ്ങനത്തെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇൻസെർഷൻ അനോമലീസ് എന്ന് പറയാം. ഇനി അടുത്തതാണ് ഡിലീഷൻ അനോമലി. അതായത് ഇപ്പം ഈ അലക്സ് എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആയിരുന്നു ആദ്യം ഓപ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ റെക്കോർഡ് അല്ലെങ്കിൽ ഈ ടുപ്പിൾ ഈ റിലേഷനിൽ നമ്മൾ ആഡ് ചെയ്തത്. പിന്നെ അലക്സ് എന്ത് ചെയ്തു, ഡ്രോപ്പ് ഔട്ട് ചെയ്തു. മാത്സ് പറഞ്ഞ സബ്ജക്റ്റ് എടുക്കുന്നത് അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ സ്റ്റുഡൻ്റ് ആയിട്ട് ആ കുട്ടി ഉണ്ട്, പക്ഷെ സബ്ജക്റ്റ് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്ത സബ്ജക്റ്റ് ആ കുട്ടി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി ഈ അലക്സിൻ്റെ ഈ റോ അല്ലെങ്കിൽ ഈ ടുപ്പിൽ ഡിലീറ്റ് ആകും. ഡിലീറ്റ് ആകുമ്പോൾ എന്ത് പറ്റും,
ആ അലക്സ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അഡ്രസ്സും കൂടെയാണ് ഇവിടെ ഡിലീറ്റ് ആയി പോയത്. പക്ഷെ ആ അഡ്രസ്സിൽ അപ്പോൾ നമുക്ക് വേറെ വല്ല കാര്യങ്ങൾക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാമായിരുന്നു, പക്ഷെ അതും കൂടെ ഡിലീറ്റ് ആയി പോയി. അപ്പോൾ അങ്ങനെ വന്നൊരു കേസ് വന്നത് നമുക്ക് ഡിലീഷൻ അനോമലി എന്ന് പറയാം. അപ്പോൾ ഈ തരത്തിലുള്ള അനോമലീസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലൈസേഷനിലൂടെ നമുക്ക് റെഡ്യൂഡൻസീസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം, നൾ വാല്യൂസ് ഒക്കെ ഉപയോഗിക്കുന്നത് മിനിമൈസ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ലോസ് ചെയ്യുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ നോർമലൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു ബെസ്റ്റ് പോസിബിൾ വേയിൽ ഡേറ്റാബേസിനെയൊക്കെ സ്ട്രക്ചേർഡ് ചെയ്യുക എന്നത് എൻഷുർ ചെയ്യുകയാണ് നോർമലൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. മാത്രമല്ല ഡേറ്റ റിഡൻഡൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അത്യാവശ്യം റിഡൻഡൻസി വേണ്ട സ്ഥലത്ത് മാത്രമേ ഡേറ്റ റിഡൻഡ് ആവുകയുള്ളൂ. അങ്ങനെ എല്ലായിടത്തും ഡേറ്റാസ് ഡ്യൂപ്ലിക്കേഷൻസ്, അൺനെസസറി ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻസ് ഈ നോർമലൈസേഷനിലൂടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഡേറ്റ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ശരിക്കും അത്യാവശ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ ഡേറ്റ ഡ്യൂപ്ലിക്കേഷൻസ് വേണ്ടി വന്നാൽ ആ സ്ഥലങ്ങളിലൊക്കെ ഡേറ്റ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ നോർമലൈസേഷനിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കോംപ്ലക്സ് ക്വറീസിൽ ഡിഫറെൻറ്റ് ടേബിളുള്ള ഡേറ്റാസിനെയൊക്കെ അലോ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് നോർമലൈസേഷനിലൂടെ സാധിക്കും. അപ്പോൾ ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തും കോഡാണ്. അപ്പോൾ മെയിൻലി 6 നോർമലൈസേഷൻസ് സ്റ്റേജസ് ആണ് ഉള്ളത്. 1NF, 2NF, 3NF, BCNF ബോയ്സ് കോഡ് നോർമൽ ഫോം, 4NF, 5NF. അപ്പോൾ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് 4 നോർമൽ ഫോംസ് ആണ്. ഫസ്റ്റ് NF, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം ആൻഡ് ബോയ്സ് കോഡ് നോർമൽ ഫോം. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് നോർമൽ ഫോമിലാകണമെങ്കിൽ അത് ഫസ്റ്റ് നോർമൽ ഫോമിലാണെങ്കിൽ മാത്രമേ സെക്കൻഡിലേക്ക് ആവുകയുള്ളൂ. തേർഡ് നോർമൽ ഫോമിലാണെങ്കിൽ അത് സെക്കൻഡ് നോർമൽ ഫോമിൽ ആണെങ്കിൽ ആ റിലേഷൻ, ഒരു പർട്ടിക്കുലർ റിലേഷൻ ഏത് നോർമൽ ഫോമിലാണ് അല്ലെങ്കിൽ തേർഡ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് തേർഡ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാവുള്ളൂ. സെക്കൻഡ് നോർമൽ ഫോമിലാണ് ആ റിലേഷൻ ചെക്ക് ചെയ്തിട്ട് തേർഡ് നോർമൽ ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്യാവൂ. ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പം ബോയ്സ് കോഡ് നോർമൽ ഫോം എക്സ്പ്ലെയിൻ ചെയ്യും വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ബോയ്സ് കോഡ് നോർമൽ ഫോം എന്താണെന്ന് എഴുതുകയും ഒരു പർട്ടിക്കുലർ റിലേഷൻ എടുത്തിട്ട് ആ റിലേഷനെ ഫസ്റ്റ് NF, പിന്നെ സെക്കൻഡ് NF, പിന്നെ 3NF, പിന്നെ BCNF കൺവേർട്ട് ചെയ്ത് വേണം എക്സാമ്പിൾ എഴുതുമ്പോൾ എഴുതാനായിട്ട്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോർമലൈസേഷൻ എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനോമൽസ് എന്തൊക്കെയാണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോർമലൈസേഷൻ സ്റ്റേജസ് എന്തൊക്കെയാണെന്നും അതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.